ഹലോ ഗായ്സ്, ഇന്നൊരു മറ്റൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു മുട്ട റോസ്റ്റാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്, പുഴുങ്ങിയ മുട്ട. പിന്നെ വേണ്ടത് ഒരു സവോളയാണ്. സവോള പൊടിയായി അരിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടത് ഒരു സവോള, തക്കാളിക്ക, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ. ഇതിലേക്ക് മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമുക്കൊരു സവോള, തക്കാളിക്ക, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം. നമുക്ക് അരച്ചെടുക്കാം. അപ്പം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. ഈ പുഴുങ്ങിയ മുട്ട നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം. പാൻ ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ കുറച്ച് ബട്ടർ പാലിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു മെൽറ്റ് ആയ ശേഷം നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കണം. അപ്പം ബട്ടർ നല്ലോണം ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പം ബട്ടർ ചെറുതായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഈ മുട്ട നമുക്ക് ബട്ടറിലിട്ടൊന്ന് ഗോൾഡൻ നിറം ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ബട്ടറിലിട്ട് നല്ലോണം ഒന്ന് മുട്ട ഗോൾഡൻ നിറത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം മുട്ട നമുക്ക് ഒരു ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് തന്നെ ഈ ബട്ടറിലേക്ക് തന്നെ നമുക്കിനി സവോള ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടിയെ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലോണം ഒന്ന് വഴറ്റുക. അപ്പം ഇതിലേക്ക് ബട്ടർ അല്ലാതെ കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന്. എണ്ണ ഇല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിലേക്കിട്ട് സവോള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവോള നല്ലോണം നമുക്കൊന്ന് വഴന്ന് കിട്ടും. അപ്പം ഉപ്പും കൂടെ ചേർത്ത് സവോള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റാം. ഒരു 5 മിനിറ്റോളം സവോള നല്ലോണം വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കുക. ഇവിടെ 2 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റുക. പിന്നെ ഈ സോയാ സോസിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റുക. അപ്പം നമുക്ക് സോയാ സോസ് നല്ലോണം പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുക. സവോളയും നല്ലോണം വഴന്ന ശേഷം നമുക്കിതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പെരിഞ്ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവോളയും സോയാ സോസും നല്ലോണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം നമുക്കിന്ന് പാനിലിട്ട് നല്ലോണം ഒന്ന് പൊടിയുടെയൊക്കെ പച്ചനിറം മാറുന്നത് വരെ വഴറ്റുക. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. തക്കാളിക്കയും സവോളയും പച്ചമുളകും ഒക്കെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ചേർത്ത് ഒരു 10 മിനിറ്റോളം നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഡ്രൈ ആക്കി എടുക്കുക. ഇതുമായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടൊരു ഡിഷാണ്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം നമുക്കിത് പാനിലിട്ട് വഴറ്റാം. പിന്നെ വെള്ളമൊക്കെ ഏകദേശം നല്ലോണം വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം.
ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലോണം വഴറ്റുക. അതിനുശേഷം മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടെ ചേർത്ത് നല്ലോണം നമുക്കിത് വഴറ്റിയെടുക്കുക. അപ്പം നമുക്കിതിൽ വെള്ളമെല്ലാം നല്ലോണം പറ്റി കിട്ടിയിട്ടുണ്ട്, ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം എല്ലാം നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചെറിയ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക, ഗ്രേവി രൂപത്തിലാക്കുക. ഇപ്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നല്ലോണം ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്താണ്, അതിൻ്റെ സോസും ചേർത്താണ്. അപ്പോൾ അതനുസരിച്ച് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം മിക്സാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ടേസ്റ്റഡ് ഡിഷാണ് ഇത്. ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഫീഡ്ബാക്കും അറിയിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഗ്രേവിയും മുട്ടയുമായിട്ട് നല്ലോണം നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം, ഒന്ന് പുരട്ടിയെടുക്കാം. മുട്ട വേണമെങ്കിൽ നമുക്കിത് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇടാം, അല്ലാതെയും ഇടാം. അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം ഇത് മിക്സാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. നല്ല സ്വാദിഷ്ടമായ ഡിഷാണ്, ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ടേസ്റ്റിലുള്ള മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ചെയ്യുക. താങ്ക്